നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നേരെ വർക്കല ജഡായുവിലോട്ട് പോകണേ. അങ്ങനെ ജഡായു എത്താറായി. ഇനി ഹൈവേയിൽ നിന്നൊരു വലത്തോട്ടൊരു തിരിവുണ്ട്. ആ വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഒരു ആംബുലൻസ് ജീവി വരുന്നുണ്ട്. പിന്നെ നമ്മളങ്ങോട്ട് വലത്തോട്ട് കയറി. ഇനി എന്നാണെന്നറിയത്തില്ല. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ചൂടിലേക്ക് തീപ്പന്തത്തിൻ്റെ അകത്തോട്ട് കയറിയ പോലെ അമ്മാതിരി ചൂട് ഫീൽ ചെയ്യും. ഈ വളവ് തിരിഞ്ഞിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ പിന്നെ വലിയ തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇതിനിങ്ങനെ റോഡ് സൈഡിലെല്ലാം വണ്ടികൾ കിടക്കുന്നതാണ്. ഇന്ന് തീർത്തും തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഈ ടിക്കറ്റ് എടുക്കണം. ഇവർ ചില സമയത്ത് നമ്മുടെ പാർക്കിങ്ങിൻ്റെ അവിടെ ടിക്കറ്റ് മതി എന്ന് പറയും. ചില സമയത്ത് ഇവിടെ ടിക്കറ്റ് എടുക്കും. ഇവർക്ക് തന്നെ അറിയത്തില്ല ഇത് എങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാർക്കിങ്ങിൽ കയറുന്നതിന് മുമ്പായിരുന്നു ടിക്കറ്റ്. ഇപ്പോൾ ഇവിടെ വെച്ച് ടിക്കറ്റ്. അപ്പം ഇവിടെ ഈ റോഡ് മൊത്തം ബ്ലോക്കാവും. 60 രൂപയാണ് ട്രാവലറിന് ഇവിടെ ടിക്കറ്റ് ചാർജ്. പിന്നെ കാറിനൊക്കെ ആണെങ്കിൽ 40 രൂപയും. അങ്ങനെ ടിക്കറ്റും എടുത്ത് ഗസ്റ്റിനെ കൊണ്ട് ഇറക്കി വിടാൻ വേണ്ടി പോവാം. അങ്ങനെ അവരെ ജഡായുവിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ഇനി പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ പറയും എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന്. അതേ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. വലത്ത് പാർക്കിങ്ങിലാണെന്ന്. ഇവിടെയാണ് സാധാരണ ഇടാറുള്ളത്. പിന്നെ ഇവർക്ക് തോന്നുമ്പം തോന്നിയ പോലെയാണ്. ചിലപ്പോൾ ഇടത്തിടാൻ പറയും, ചിലപ്പോൾ വലത്തിടാൻ പറയും. ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതിഭീകര ചൂടാണ് ഇവിടെ വന്നപ്പോൾ. സൂര്യൻ വണ്ടിയുടെ തൊട്ട് പറയുന്നുണ്ടെന്ന് ഒമ്മാതിരി ചൂട്. പിന്നെ പൊതുവേ ഇന്ന് വണ്ടികളൊക്കെ കുറവാണ്. സാധാരണ ഇവിടെയൊക്കെ വരുമ്പം ഈ സമയത്തൊക്കെ വരുമ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷേ ഇപ്പോൾ തിരക്കില്ല. നമുക്ക് ഈ തണലത്തോട്ട് കയറ്റാൻ വിടാം. അപ്പോൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 11:45 വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി നല്ല ഊണ് ഉണ്ണാം. അപ്പോൾ ഈ ഊണും കഴിഞ്ഞിട്ട് ഉറക്കവും കഴിഞ്ഞിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.